start religious pluralism and syncretic tradition. That is Unit 12 of this block, VSOE 145. There are very few societies where everyone practices the same faith and have homogeneous beliefs. ഒരു സൊസൈറ്റിയും ഒരിടത്തും ഇല്ല. എല്ലാവരും ഒരേ വിശ്വാസം തന്നെ ഫോളോ ചെയ്യുക, ഒരേപോലെയുള്ള ചിന്താഗതി മാത്രമായിട്ട് മുന്നോട്ട് പോകുക. അതുപോലത്തെയുള്ള സൊസൈറ്റി ഒരിക്കലും ഒരിടത്തും ഉണ്ടാവില്ല. ഈവൺ ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് സ്മോളർ പ്ലേസസ് it is likely that one finds people with differing beliefs, practices as well as those who are scripts or non-believers. ഈവൺ ഇൻ റൂറൽ ഏരിയ നോക്കിയാൽ പോലും നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് വൺ ഫൈൻഡ്സ് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ബിലീവ്സ്. പല വിശ്വാസങ്ങളുള്ള പലതരം ആളുകളെ കാണാൻ പറ്റും. വിശ്വാസങ്ങൾ, പ്രാക്ടീസസ് ആസ് വെൽ ആസ് ദോസ് ഹു ആർ സ്കെപ്റ്റിക്സ്. ചിലവർക്ക് വിശ്വാസം ഇല്ലാത്ത അവിശ്വാസികളായിരിക്കാം, ചിലപ്പോൾ നോൺ ബിലീവേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. എല്ലാവരും ഓരോ ഹോമോജീനിയസ് ബിലീവ്സ് ആയിട്ട് ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. ദ സോഷ്യോളജിക്കൽ ഫാക്ട് ദാറ്റ് there are several faiths and belief systems may be accompanied by theological pluralism. Plural എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ സോഷ്യോളജിക്കൽ ഫാക്ട് ദാറ്റ് there are several faiths and beliefs, ധാരാളം ഫെയ്സും വിശ്വാസങ്ങളും ചിന്താഗതികളും ഒക്കെ ഉണ്ടാകും. മേ ബി അക്കമ്പനീഡ് ബൈ തിയോളജിക്കൽ പ്ലൂറലിസം. തിയോളജിക്കൽ പ്ലൂറലിസത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ കുറേ വിശ്വാസങ്ങൾ ഉണ്ടാകും. വേർ ദർ ഈസ് എ റിലീജിയസ് സാങ്ഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ വേസ് ഓഫ് ബിലീവിംഗ് ഓർ ലാക്ക് ഓഫ് ഇറ്റ്, വേർ ദ റിലീജിയൻ പ്രീച്ച് ദാറ്റ് ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ഓൺലി വൺ വേ. അപ്പോൾ there is existence of multiple ways of believing. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, ചിലപ്പോൾ വിശ്വാസം ഇല്ലായിക. Where the religious preaches that there is possibility of only one way. അപ്പോൾ ഫ്രം എ തിയോളജിക്കൽ പെർസ്പെക്റ്റീവ്, ഇനി തിയോളജിക്കൽ പെർസ്പെക്റ്റീവ് കൂടി ആ കാഴ്ചപ്പാടിൽ കൂടി നോക്കുകയാണെങ്കിൽ എലൈഡ് സെറ്റ് ദാറ്റ് റിലീജിയൻസ് ഷോ ദ പാത്ത് ടു ദ ട്രൂത്ത്. റിലീജിയൻസ് എന്ന് പറഞ്ഞാൽ അത് മതം നമ്മളെ സത്യത്തിലേക്കുള്ള വഴി കാണിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. പീപ്പിൾ വിത്ത് ഫെയ്ത്ത് ബിലീവ് ദാറ്റ് റിലീജിയൻ ലൊക്കേറ്റ്സ് ദ ട്രൂത്ത്. വിശ്വാസമുള്ള ആളുകൾ അവർ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ദാറ്റ് റിലീജിയൻ ലൊക്കേറ്റ്സ് ദ ട്രൂത്ത്. റിലീജിയൻ എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്നത് സത്യത്തെയാണ്. ദ റിയാലിറ്റി, യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം, അതിനെ ഉൾക്കൊള്ളുന്നതാണ് മതം അല്ലെങ്കിൽ അതിൻ്റെ ചിന്താഗതികൾ. ദർ ആർ ടു വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ ട്രൂത്ത്. അപ്പോൾ ഈ സത്യത്തിനെ നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാട് രണ്ട് തരത്തിലാണ് സത്യത്തോടുള്ളത്. There are two ways of looking at the truth. Some may believe that there can be multiple ways of arriving at and viewing the truth. അപ്പം ചിലവരുടെ വിശ്വാസം ആ പരമസത്യത്തിൽ എത്തിച്ചേരാനായിട്ട് പല വഴികളുണ്ടായിരിക്കുമെന്ന്. Some may believe that there can be multiple ways of arriving and at viewing the truth, and others may believe that only one way is possible. അപ്പം പരമസത്യത്തിൽ എത്തിപ്പെടാനായിട്ട് പല വഴികളുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അതുപോലെ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ പല ചിന്താഗതിയിൽ നിന്നാണ് ഈ പ്ലൂറലിസം റിലീജിയനിൽ വന്നു ചേർന്നിട്ടുള്ളത്. ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് പാത്ത് വൺ ഫോളോസ്, സൊസൈറ്റി മേ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റന്റ് കോൺഫ്ലിക്റ്റ് ഓർ മേ ബി ഇൻ എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് പാത്ത് വൺ ഫോളോസ്, ഒരാൾ ഏത് പാത്താണ്, ഏത് വഴിയാണ് സ്വീകരിക്കുന്നത് അതനുസരിച്ച് സൊസൈറ്റി മേ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റന്റ് കോൺഫ്ലിക്റ്റ് ഓർ മേ ബി പീസ്ഫുൾ. ചിലപ്പോൾ ആ വഴികൾ അവനെ വഴക്കിലേക്ക് നയിക്കാം, അതല്ലെങ്കിൽ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവനെ നയിക്കാം. പൊളിറ്റിക്കലി വ്യൂഡ് പ്ലൂറലിസം ഷുഡ് ബി അക്കമ്പനീഡ് ബൈ ടോളറൻസ് ആൻഡ് പീസ്. നമ്മൾ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിൽ കൂടി നോക്കുകയാണെങ്കിൽ പ്ലൂറലിസം ത്തിനോട് കൂടി ചേർന്ന് പോകുന്നത് ടോളറൻസും പീസുമാണ്, സഹിഷ്ണുത അതുപോലെ സമാധാനവും. There are two ways to do it politically, either to acknowledge the truth of all faiths or to suppress all faith in favor of non-religious state. അപ്പോൾ ഈ പരമസത്യത്തിൽ എത്തിച്ചേരാനുള്ള ആ വിശ്വാസം, ആ വഴികളെ there are two ways to do it പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ രണ്ട് രീതികളുണ്ട് അതിനെ സ്വീകരിക്കാൻ. either to acknowledge the truth of all faith, എല്ലാ വിശ്വാസങ്ങളിലെ
ഒരേപോലെ സ്വീകരിക്കുക. ഓർ ടു സപ്രസ് ഓൾ ഫെയ്ത്ത് ഇൻ ഫേവർ ഓഫ് നോൺ റിലീജിയസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു നോൺ റിലീജിയസ് സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ മറ്റ് എല്ലാ മതവിശ്വാസങ്ങളെ അടിച്ചമർത്തുക. ഒന്നില്ലെങ്കിൽ എല്ലാത്തിലും വിശ്വാസം അർപ്പിക്കുക, എല്ലാത്തിലെയും ഒരേപോലെ കണ്ടു മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ എല്ലാത്തിനെയും സപ്രസ് ചെയ്ത് വെച്ചിട്ട് നോൺ റിലീജിയസ് സ്റ്റേറ്റ് എന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നു ചേരുക. വൈൽ ഇന്ത്യ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഫോർമർ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ ധാരാളം മതങ്ങളുണ്ട്, എന്നാൽ എല്ലാ മതങ്ങൾക്കും ഒരേ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ പെടും. ദ യുണൈറ്റഡ് സ്റ്റേറ്റ് മേ ബി ടേക്കൺ ആസ് എൻ എക്സാമ്പിൾ ഓഫ് ദ അതർ. ഇനി നോൺ റിലീജിയസ് സ്റ്റേറ്റ്സ് എന്നുള്ള പദവിക്ക് യോജിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിനൊരു എക്സാമ്പിളാണ് സെക്കൻഡ് ടൈപ്പിന്. A sociological approach to religion views it in intrinsically linked to other aspects of society such as political economy, social stratification, gender and globalization, among അതേഴ്സ്. അപ്പോൾ ഇനി സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ കൂടി റിലീജിയനെ കാണുകയാണെങ്കിൽ നമ്മൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ ഒരു ബന്ധമാണ് റിലീജിയനും സൊസൈറ്റിയിൽ ഉള്ളത്. റിലീജിയൻ ചേഞ്ച് ആൻഡ് എവോൾവ് അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ. റിലീജിയൻസിലെപ്പോഴും ചേഞ്ചും അതുപോലെ പരിണാമവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തൊക്കെ കൊണ്ടാണ്? അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ. Several sociological approaches have indicated how religion shapes and influences social life and in turn informed by existing social conditions. അപ്പോൾ ഈ സോഷ്യൽ കണ്ടീഷൻസിൽ റിലീജിയൻ മൂലം എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതെല്ലാം നമുക്ക് സോഷ്യോളജിക്കൽ അപ്രോച്ചസിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇൻ അതർ വേർഡ്സ്, ടു ദ സോഷ്യോളജിസ്റ്റ് റിലീജിയൻ ഈസ് എ സോഷ്യൽ ഫിനോമിന. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഫിനോമിനയാണ്, ഒരു സാമൂഹിക പ്രതിഭാസമാണ്. ദാറ്റ് ഈസ് ലൈക്ക് എനി അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒത്തിരി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വരും റിലീജിയനും, ആസ് വെൽ ആസ് ടൈഡ് അപ്പ് വിത്ത് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് ഒറ്റക്ക് നിൽക്കുകയല്ല, മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ടൈഡ് അപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സോഷ്യോളജിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ മതം എന്ന് പറഞ്ഞാൽ. എത്തനോഗ്രാഫീസ് എനേബിൾ അസ് ടു അണ്ടർസ്റ്റാൻഡ് റിലീജിയൻ ഫ്രം എ സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് സോഷ്യോളജിസ്റ്റിക്കൽ പെർസ്പെക്റ്റീവ് അനുസരിച്ച് റിലീജിയനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇനി എത്തനോഗ്രാഫിക്സ് അല്ലെങ്കിൽ നരവംശാസ്ത്രജ്ഞര് അവരെ സംബന്ധിച്ചിടത്തോളം റിലീജിയൻ എന്ന് പറയുന്ന അതിൻ്റെ കാഴ്ചപ്പാട് ഒരു സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവാണ്. ആസ് ടു വാട്ട് ഇറ്റ് മീൻസ് ടു ദ പീപ്പിൾ ഹു ബിലീവ് ആൻഡ് പ്രാക്ടീസ് ഇറ്റ്. ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവർക്ക് അതുകൊണ്ട് എന്താണ് ഗുണം, അതാണ് എത്തനോഗ്രാഫിക്സ് നോക്കണമെങ്കിൽ. സോഷ്യോളജിസ്റ്റ് നോക്കുന്നത് ഒരു സോഷ്യൽ ഫാക്ട് എന്ന നിലയിൽ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോടൊത്ത് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ സഹായിക്കണം, അതാണ് സോഷ്യോളജിക്കൽ അപ്രോച്ചസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. റിലീജിയസ് പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിൽ കൂടുതലുള്ളത്, അപ്പം ധാരാളമുള്ള വിഭിന്നതത്വം, ഒരു ബഹുത്വം, അതാണ് റിലീജിയസ് പ്ലൂറലിസം എന്ന് പറയുന്നത്. ഇൻ ദ സിറ്റി ഓഫ് ടോക്കിയോ ഇൻ ജപ്പാൻ, ഇൻ എ സ്മോൾ ടെമ്പിൾ ഇൻ ദ മിഡിൽ ഓഫ് സിറ്റി വിത്ത് എ ലോങ് ലൈൻ ഓഫ് ഡിവോട്ടീസ് ലൈസ് ഗോഡ് ഫ്രം ഇന്ത്യ. ആസ് ദ ലോക്കൽ ജപ്പാനീസ് പീപ്പിൾ യൂഷ്വലി ടേം ഇറ്റ് ഫോർ എ ഷൈൻ വിത്ത് വേരിയസ് ഹിന്ദു റിച്വലിറ്റിക്സ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇൻ സിറ്റി ഓഫ് ടോക്കിയോ, ജപ്പാനിലെ ടോക്കിയോ സിറ്റിയിൽ ഒരു ചെറിയ ടെമ്പിളിൽ ചെന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒത്തിരി ഗോഡ്സിൻ്റെ മൂർത്തികൾ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോഡ് ഫ്രം ഇന്ത്യ എന്നുള്ള ഒരു പോയിന്റും വെച്ചിട്ട്. ആസ് ദ ലോക്കൽ ജപ്പാനീസ് പീപ്പിൾ യൂഷ്വലി ടേം ഇറ്റ് ഫോർ എ ഷ്രൈൻ വിത്ത് വേരിയസ് ഹിന്ദു റിച്വലിസ്റ്റിക് ഒബ്ജക്ട്സ്. അപ്പോൾ മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കുറേ സംഗതികൾ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അറ്റ് ഷ്രൈൻസ് ഇൻ ടെമ്പിൾസ് ഇൻ ജപ്പാൻ ആർ ഫൗണ്ട് ഹിന്ദു ഗോഡ്സ് ആൻഡ് ഗോഡ്സസ്. അപ്പോൾ ഷ്രൈൻസ് ഇൻ ടെമ്പിൾസ് ഓഫ് ജപ്പാനിലുള്ള ആ ഷ്രൈൻസിൽ നമുക്ക് കാണാൻ പറ്റും ഹിന്ദു
ഹിന്ദു ഗോഡും ഗോഡസസിൻ്റെയൊക്കെ ഫോട്ടോസ് അല്ലെങ്കിൽ മൂർത്തികളോ എന്തെങ്കിലുമൊക്കെ. ഹിന്ദു റിലീജിയസ് ഇമാജറി അല്ലെങ്കിൽ ലൈക്ക് ദ ലോട്ടസ് ആൻഡ് ദ സ്വസ്തിക, ജോസ്ലിംഗ് ഫോർ സ്പേസ് വിത്ത് വേരിയസ് ബുദ്ധിസ്റ്റ് ആൻഡ് ലോക്കൽ ഡൈറ്റീസ് ആൻഡ് ഇമാജറീസ്. ഈ പറഞ്ഞ സംഗതികളെല്ലാം നമുക്ക് ഒരു ജപ്പാൻ ഷ്രൈനിൽ ചെന്നാൽ കാണാൻ പറ്റും. ടു പീപ്പിൾ ഹു ഹാവ് എ ട്രൂലി പ്ലൂറലിസ്റ്റിക് വ്യൂ ഓഫ് റിലീജിയൻ ലൈക്ക് polytheistic Hinduism or Shinto, the sacred power can be. അപ്പോൾ ജപ്പാനിലെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്കിങ്ങനെ പല പല മതങ്ങളുടെ പല സംഗതികൾ വെച്ചിരിക്കുന്നത്, ആരാധനാമൂർത്തികളെ വെച്ചിരിക്കുന്നത്, വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആസ് എല്ലർ എക്സ്പ്ലെയിൻഡ്, explains the view of religion as organized or a doctrine with definite boundaries and tenets is not prevalent among all people, least of among the ancient beliefs system of the world. This is because for many people religion is equivalent to science. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ റിലീജിയൻ ഒരു സയൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ഫോം ഓഫ് ട്രൂത്ത് ആൻഡ് എക്സ്പ്ലനേഷൻ. സയൻസ് എന്ന് പറയുന്നത് എന്ത് കാണിക്കുന്നതാണ്, അത് സത്യവും അതിൻ്റെ വിശദീകരണവും നൽകുന്ന ഒന്നാണ് റിലീജിയൻ എന്ന് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ ജപ്പാനിലെ ലൈക്ക് പോളിസ്റ്റിക് ഹിന്ദുയിസം ഓർ ഷിൻഡോ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ഇൻഡിജീനിയസ് പീപ്പിൾസിൻ്റെ ബിലീഫാണത്. ഷിൻഡോ ഒരു മതം തന്നെയാണ്, അതിന് പ്രത്യേക മൂർത്തിയോ പ്രത്യേക പുസ്തകങ്ങൾ ആചാരങ്ങളൊന്നുമില്ല, പക്ഷെ അവർ പവിത്രമായിട്ട് കാണുന്ന ഒന്നാണ് ഷിൻഡോ. ദ സേക്രഡ് പവർ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു വേരിയസ് എൻറ്റിറ്റീസ്. അപ്പം ദ നെയിം ആൻഡ് ഒറിജിൻ ഡു നോട്ട് മാറ്റർ. അപ്പം ഈ ഷിൻഡോ എന്നുള്ള ഈ പുരാതന മതത്തിന് അതിന് ഒരു പ്രത്യേക പേരോ അതിന് ഒരു ഓർഗനൈസറോ ഒറിജിനോ ഒന്നും അറിയാൻ പാടില്ല. എന്നാലും ആളുകൾ ഓരോ ലൊക്കേഷനിലും അതും സാക്രട്ടായിട്ട് ആരാധിക്കണ കാണാം. അപ്പോൾ ആ പ്രാചീന നാട്ടുരാജ്യങ്ങളിലുള്ള ജപ്പാനിലെ ഒരു വിശ്വാസമാണ് ഷിൻഡോ എന്നുള്ളത്. As Eller explains, the views of religion as organized or a doctrine with definite boundaries and tenets is not prevalent among all people, least of among the ancient belief system of the world. This is because for many people, religion is equivalent to science, a form of truth and explanations. അപ്പോൾ ഓരോരുത്തർ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തികളെ എവിടെയെങ്കിലും വെച്ച് ആരാധിക്കുക, പവിത്രമായിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതാണ് അവരുടെ അഭിപ്രായത്തിൽ സത്യത്തിൻ്റെ ഒരു രൂപം, അതിൻ്റെ വിശദീകരണം. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി സെപ്പറേഷൻ ഓഫ് ദ നാച്ചുറൽ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ. അപ്പം അങ്ങനെയുള്ള ആ പണ്ട് കാലം മുതൽ തന്നെ നാച്ചുറൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ അവിടെ ഒരു വ്യത്യാസമൊന്നും അവർ അതിലൊന്നും കാണുന്നില്ല. ദ ആക്സിയം ദാറ്റ് ലെറ്റ് ടു സ്പിറോ ടു ഫോർമുലേറ്റ് his concept of superhuman beings as against the more prevalent supernatural beings. The belief in sacred being is an essential aspect of religion. അപ്പോൾ റിലീജിയൻ്റെ ഒരു എസെൻഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബിലീഫ് ഇൻ സാക്രഡ് ബീയിങ്സ്, പരിശുദ്ധമായിട്ടുള്ള ബീയിങ്സിൽ വിശ്വാസം അർപ്പിക്കുക. അതാണ് എല്ലാ റിലീജിയൻസിൻ്റെയും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ്. ബട്ട് ഇൻ സം റിലീജിയൻസ് ദീസ് ആർ കൺഫൈൻഡ് ടു എ ഫ്യൂ ആൻഡ് essentialized beings. Some others like Shinto are more inclusive and expansive, open to incorporate new superhuman beings. The sacred here is not constricted but has a universalized character. അപ്പോൾ സാക്രഡ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറുതായിട്ടുള്ള സ്ഥാനത്ത് വെക്കാൻ ഉള്ളതല്ല, അതുകൊണ്ട് തന്നെ അതിനൊരു യൂണിവേഴ്സലൈസ്ഡ് ക്യാരക്ടർ ഉണ്ട്. ഇൻ ദാറ്റ് ഇറ്റ് മേ അപ്പിയർ എനിവെയർ ഇൻ എനി ഫോം. ഓൾദോ ക്രിസ്ത്യാനിറ്റി ഈസ് എ മോണോത്തിസ്റ്റിക് റിലീജിയൻ. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന മതമാണ്. എങ്കിൽ പോലും ഇറ്റ് എക്സ്പാൻഡ്സ് ഇറ്റ്സെൽഫ് ബൈ ഇൻക്ലൂഡിങ് ആൻഡ് കണ്ടിന്യൂയിങ് ടു ഇൻക്ലൂഡ് സാക്രഡ് ബീയിങ്സ് നോൺ ആസ് സെയിൻസ്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ഒത്തിരി വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശുദ്ധകളുണ്ട്, സെയിൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും വണങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ ഏകദൈവ വിശ്വാസമാണെങ്കിലും ഇതുപോലെ സെയിൻസിനെ ഒത്തിരി ആരാധിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വണങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ആസ് ദ ജിയോഗ്രഫിക്കൽ സ്കോപ്പ് ഓഫ് ദ ഫെയ്ത്ത് ഹാസ് എക്സ്പാൻഡഡ്, ദ ഒറിജിൻ ആൻഡ് നേച്ചർ ഓഫ് ദ സെയിൻറ്റ് ടു ഹാവ് എക്സ്പാൻഡഡ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ജിയോഗ്രഫിക്കൽ സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഈ വിശ്വാസം എക്സ്പാൻഡ് ചെയ്യും, മതവും വളരാൻ തുടങ്ങും. ആളുകൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു സെയിൻറ്റിൻ്റെ വിശ്വാസി വേറൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ആ വിശ്വാസത്തിന് സ്ഥാനം കിട്ടുന്നതായിട്ട്
കാണാം. അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, ഇൻകോർപ്പറേറ്റിംഗ് ദ സാക്രഡ് ഫ്രം മെനി ലൊക്കേഷൻസ്. അനദർ വേ ഇൻ വിച്ച് pluralism may exist from the theistic perspective is to have a belief system that emphasizes that although the truth is one, it can be understood cognitively from many platforms and approach taking different paths. ഈ റിലീജിയസ് പ്ലൂരലിസം വളരാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രൂത്ത് എന്ന് പറയണ, പരമസത്യം എന്ന് പറയണ അതൊന്നേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് എത്താനായിട്ടുള്ള വഴികൾ എന്ന് പറയുന്നത് പലതാണ്. അതുകൊണ്ടാണ് പല മതവിശ്വാസങ്ങൾ ഉടലെടുക്കാനും കാരണം. Such a belief system encourages the peaceful coexistence of many faiths, leading to a situation of social and political religious pluralism, where not only two different beliefs survive and exist, but political religious pluralism where not only do different beliefs survive and exist, but they also live side by side peacefully. By and large, India from ancient times has been such a religious pluralistic region. അപ്പോൾ ഇന്ത്യ പുരാതന കാലം തൊട്ടേ ഒരു റിലീജിയസ്ലി പ്ലൂറലിസ്റ്റിക് റീജിയൻ ആണ്. ഇവിടെ നമ്മൾ there is only one truth, ബട്ട് സേജസ് ഡിസ്ക്രൈബ് ഇറ്റ് ഡിഫറെൻ്റ്ലി. നമുക്ക് ഋഗ്വേദത്തിലൊക്കെ പറയുന്നുണ്ട് there is only one truth, ഒരു പരമസത്യമുള്ളൂ. പക്ഷേ പല സേജസും മഹർഷിമാരും അതിനെ വർണ്ണിക്കുന്നത് പല രീതിയിലാണെന്ന്. ദ റിലീജിയസ് ബിലീഫ്സ് ദാറ്റ് സ്പ്രാങ് ഓൺ ദ ഇന്ത്യൻ സോയിൽ മെനി സെഞ്ചുറീസ് എഗോ വെയർ നോൺ ഡോക്ട്രീനിയൽ വിത്ത് നോ ഗിവൺ ഓർ നോൺ സോഴ്സ്. അപ്പോൾ റിലീജിയസ് ബിലീഫ്സ് പുരാതന ഇന്ത്യയിലെ ഭൂമിയിലുണ്ടായിരുന്ന ആ റിലീജിയസ് ബിലീവ്സ് വേർ ഓൺ നോൺ ഡോക്ട്രീനിലാണ്. അതുപോലെ നോ ഗിവൺ ഓർ നോൺ സോഴ്സസ്, അതിൻ്റെ സോഴ്സ് ഏതാണ്, അത് എഴുതിയത് ആരാണ്, ഇതൊന്നും അറിയാൻ പാടില്ല. കമ്മിങ് ഫ്രം ദ കളക്റ്റീവ് വിസ്ഡം ആൻഡ് മൗത്ത് ഓഫ് മെനി, പലരുടെയും വായിൽ നിന്ന് കേട്ടത് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഹൂ വെർ റിഗാർഡഡ് ആസ് സേജസ്, അവരെ മഹർഷിമാരെന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. ദ ഋഗ്വേദ ദാറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് നോൺ ടെക്സ്റ്റ് ഫ്രം ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ്, ഇതിൽ ഏറ്റവും പഴയതായിട്ടുള്ളത് ഋഗ്വേദ, അത് ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ആണ്. ഹാസ് നോ ഓതർഷിപ്പ്, അതിന് ഒരു ഓതർഷിപ്പും ഇല്ല, ആരെഴുതിയെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ദേ ഓൾസോ ഹാഡ് നോ റിവൽസ് ആസ് ദർ വാസ് നോ കോമ്പറ്റീഷൻ ഫ്രം എനി അതർ ഓർഗനൈസ്ഡ് റിലീജിയൻസ്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടോ അല്ലെങ്കിൽ ഇതിനോട് മത്സരിക്കാനോ ഒരാളുകളും വരാറില്ല. ഓരോരുത്തർ അവരവരുടെ വിശ്വാസത്തിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. The teaching of the Veda assumes a universe into which they can pour the wisdom about an absolute truth. അപ്പോൾ ഇതിലൊക്കെ കൂടി ഒരു അബ്സല്യൂട്ട് ട്രൂത്ത്, ഒരു പരിപൂർണ പരമ സത്യത്തിൻ്റെ വഴിയാണ്, അതിലേക്കുള്ള അറിവാണ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. സോഷ്യോളജിക്കലി സ്പീച്ചിങ്, ഇൻഡിജിനിയസ്ലി എവോൾഡ് ബിലീവ് സിസ്റ്റം ദാറ്റ് ഗ്രോ ഓൺ ദെയർ ഓൺ ആർ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്പെക്റ്റിംഗ് ഓഫ് ഡൈവേഴ്സിറ്റി. അപ്പോൾ സോഷ്യോളജിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഇൻഡിജീനിയസ്ലി ഇപ്പോൾ ഗ്രാമപ്രദേശത്തും അതുപോലെ പഴയ കാലങ്ങളിലും ഉണ്ടായിരുന്ന ആ വിശ്വാസങ്ങളെല്ലാം അതൊക്കെ പലതരത്തിലുള്ളതാണ്. നാനത്വത്തിൽ ഏകത്വം കാണുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ സംടൈംസ് ആസ് ഇൻ ദ കേസ് ഓഫ് ഷിൻഡോ, ഇപ്പോൾ ജപ്പാനിലെ ഷിൻഡോ പോലെ അത് എല്ലായിടത്തും ജപ്പാനിലെ ആളുകൾ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹിന്ദുയിസം ടു ഹാസ് ഗ്രോൺ ഇൻകോർപ്പറേറ്റിംഗ് വേരിയസ് ഡെയിറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഓവർ ടൈം. ഇവിടെ ഭാരതത്തിൽ ഹിന്ദുയിസം എന്നുള്ളത് അതും വളർന്നത് പല രീതിയിലും കൂടിയാണ്, പല സോഴ്സസിൽ കൂടിയാണ്. ഹൗവർ അസിമിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ പ്ലൂരലിസം. പക്ഷെ പ്ലൂരലിസത്തിൽ അസിമിലേഷൻ എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനോട് സംയോജിച്ച് ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അതും പ്ലൂരലിസം, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അസിമിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ഓൺലി ടെക്നോളജി ഓഫ് ഇൻകോർപ്പറേഷൻ. ആ ഇൻകോർപ്പറേഷൻ്റെ ഒരു ടെക്നോളജി ആയിട്ട് മാത്രമേ നമുക്ക് അസിമിലേഷനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ പ്ലൂരലിസം ക്യാൻ ഓൺലി കം വെൻ ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ റീസൺസ്. പ്ലൂരലിസം വരാനായിട്ടുള്ള കാരണം പലതുണ്ട്, അതിലൊന്ന് ഹിസ്റ്റോറിക്കൽ റീസൺസ് ആണ്. എ നമ്പർ ഓഫ് ഫെയ്സ് എക്സിസ്റ്റ് സൈഡ് ബൈ സൈഡ്, അതായത് ഒരുപാട് വിശ്വാസങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് അല്ലെങ്കിൽ ഒന്നിനരികെ മറ്റൊന്നായിട്ട് അങ്ങനെ നമ്മുടെ മണ്ണിൽ നിലനിന്ന് പോകുന്നു. ഐദർ പീസ്ഫുള്ളി ഓർ ഇൻ കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ ചിലപ്പോഴൊക്കെ നിലനിൽക്കുന്നത് പരസ്പരം സമാധാനപരമായിട്ടായിരിക്കും, ചിലപ്പോൾ അടുത്തുള്ള ആൾക്ക് ആ വിശ്വാസത്തിനോട് എതിരുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉത്ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റോടുകൂടിയ അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയ പ്ലൂരലിസത്തിലെ വിശ്വാസങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ്ലി നിന്നുകൊണ്ട് പോവുകയാണ്. ഇൻ ദ ലേറ്റർ കേസ് ഡൊമിനന്റ് മോർ പവർഫുൾ ഫെയ്ത്ത്
has the potential to arrest the others and establish itself the only truth, as happened when Islam fought the indigenous beliefs and established itself over a large region. ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ചെറിയ മതങ്ങൾ, ചെറിയ ചെറിയ വിശ്വാസങ്ങളുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ വലിയ ഒരു വിശ്വാസ മതം അവിടെ സ്ഥാപിതമായി കഴിയുമ്പോൾ ആ അവരുടെ ആക്രമം മൂലം അല്ലെങ്കിൽ അവരുടെ ആകർഷണത്വം മൂലം അതിൽ ലയിച്ച് അതില്ലാതെ ആകാറുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസ് ടു എൻഗേജ്ഡ് ഇൻ ക്രൂസേഡ് ടു സ്പ്രെഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദെയർ റിലീജിയൻ. അതുപോലെ ക്രിസ്ത്യൻസും അവരുടെ ആ റിലീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഇസ്ലാംസ് ചെയ്ത പോലെ തന്നെ അവരും ശ്രമിക്കാറുണ്ട്. ഹവർ വൈൽ ദീസ് ടു മേജർ റിലീജിയൻസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ സെയിം പാർട്ട് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ രണ്ട് മേജർ റിലീജിയൻസ്, അതായത് ക്രിസ്ത്യൻസും ക്രിസ്ത്യൻ റിലീജിയനും ഇസ്ലാം മതവും, അപ്പോൾ ഇത് രണ്ടും എൻ്റെ ഒറിജിൻ ഏതാണ്ട് വേൾഡിൻ്റെ ഒരേ സ്ഥാനത്ത് തന്നെയാണ്. വേർ ഏബിൾ ടു ഇറാഡിക്കേറ്റ് ദ വീക്കർ ആൻഡ് ലെസർ ലോക്കൽ ഫെയ്സ്. അവർ പലപ്പോഴും ചെറുതായിട്ടുള്ള വീക്കുമായിട്ടുള്ള ആ വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ദ റിമൈൻഡ് റിവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ദ റിമൈൻഡ് റിവേഴ്സ് ടു ഈച്ച് അതർ ഫോർ ഓൾ ടൈംസ് ടു കം. Pluralism can therefore also be an outcome of fairly equal power struggle. അപ്പോൾ പ്ലൂറലിസം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഈക്വൽ പവർ സ്ട്രഗിളിൻ്റെ ഒരു ഔട്ട്കമാണ്, ഒരു റിസൾട്ടാണ് പ്ലൂറലിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻ ഇന്ത്യ ഓൾദോ ബുദ്ധിസം ഒറിജിനേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ആസ് ഓൾട്ടർനേറ്റീവ് ഫെയ്ത്ത്. ഇന്ത്യയിൽ ബുദ്ധിസം ആരംഭിച്ചപ്പോൾ അത് ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസത്തിന് എതിരായിട്ടുള്ള ഒരു ശബ്ദമായിട്ടാണ് വന്നത്. പല ബ്രാഹ്മണിക്കൽ വിശ്വാസം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ബുദ്ധിസം ആവിർഭവിച്ചത്. അശോക അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഏറെ സഹായിക്കുകയും ചെയ്തു, അശോക ചക്രവർത്തി. ദർ വാസ് എ ഹ്യൂജ് ഹിന്ദു ബ്ലാക്ക്ലാഷ് ആൻഡ് ബുദ്ധിസം ലോസ്റ്റ് ഗ്രൗണ്ട് ഇൻ ദ റീജിയൻ ഓഫ് ഇറ്റ്സ് ബർത്ത്. പക്ഷേ അശോക പുറത്തൊക്കെ ഈ മതപ്രചരണം വളരെയധികം നടത്തിയെങ്കിലും എവിടെയാണ് ബുദ്ധിസം വളർന്നു വന്നത്, അതായത് ഇന്ത്യയിൽ അതിപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, മറ്റ് സ്ഥലങ്ങളിൽ അത് പടർന്നു വരുന്നുണ്ട്. അറ്റ് പ്രസന്റ് ഇറ്റ് ഹാസ് ബീൻ പുഷ് ടു റീജിയൻസ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ടവേഴ്സ് the south and far east and to Tibet. Hindus solved their problem of religious tolerance by accepting Buddha as one of the 10 incarnations of Vishnu. അപ്പോൾ ഈ രണ്ട് മതങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഒന്ന് മറ്റേന് വെല്ലുവിളിയായി വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ശത്രുക്കളായിട്ട് മാറും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വന്നത്. ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടായി. ഹിന്ദുസ് ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി, ബുദ്ധൻ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമാണെന്ന് അങ്ങനെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്ലേസിംഗ് ഹിം ആസ് ദ നയൻത് ഇൻകാർണേഷൻ ഓഫ് ദ ഡൈറ്റി ആയിട്ട് സ്വീകരിച്ചപ്പോൾ ബുദ്ധിസവും ഹിന്ദുയിസത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്നുള്ള ഒരു രീതി വന്ന് അതുപോലെ ബുദ്ധിസ്റ്റുകളെ പുതിയ ഹിന്ദുസായിട്ടും സ്വീകരിക്കപ്പെട്ടു. ഇനി നെക്സ്റ്റ് ദ ഒക്കറൻസ് ഓഫ് റിലീജിയസ് പ്ലൂറലിസം. റിലീജിയസ് പ്ലൂറലിസത്തിൻ്റെ ഒക്കറൻസ് എങ്ങനെയാണെന്ന്. ദർ ആർ സെവറൽ റീസൺസ് വൈ എ റീജിയൻ ബിഗിൻസ് ടു ഹാവ് മോർ ദാൻ വൺ ഫെയ്ത്ത് ഓർ ബിലീഫ് സിസ്റ്റം. ദർ ആർ സെവറൽ റീസൺസ്, ധാരാളം കാര്യങ്ങളുണ്ട്. വൈ എ റീജിയൻ ബീയിങ് ടു ഹാവ് മോർ ദാൻ വൺ ഫെയ്ത്ത് ഓർ ബിലീഫ്. ഒരു റീജിയനിൽ ഒന്നിൽ കൂടുതലോ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മതങ്ങൾ വരാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ റോബർട്ട്സൺ സ്മിത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഹാഡ് ഷോൺ ദ ലിങ്ക് ബിറ്റ്വീൻ എ പീപ്പിൾ ആൻഡ് ദെയർ റിലീജിയൻ ടു എഫം ദാറ്റ് റിലീജിയൻ ഹാസ് എൻ എത്നിക് ഓർ നാഷണൽ സോഴ്സസ്. അപ്പോൾ ഒരു കൂട്ടർ എവിടെ താമസിക്കണം, അപ്പോൾ അവിടെയുള്ള ആ വംശീയത അല്ലെങ്കിൽ ദേശീയത്വം അവരുടെ ആ റിലീജിയനെ ഒരു മാർഗം തന്നെ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹി ഓൾസോ റെഫേഴ്സ് ടു സിനോഫൻസ് ഹു ഹാഡ് 2500 years ago. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിനോഫൻസ് അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഡിസ്കവർഡ് ദാറ്റ് ഗോഡ്സ് ഓൾവേസ് റിസംബിൾ ദ പീപ്പിൾ ടു ഹൂം ദേ ബിലോങ് ആസ് വെൽ ആസ് എൻഡോസ് ദെയർ വേസ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏത് പ്രദേശത്തുള്ള ദൈവമാണെന്ന് വെച്ചാലും ആ ദൈവങ്ങൾ അവിടെയുള്ള ആളുകളുടെ തന്നെ ഒരു പ്രതിച്ഛായയായിരിക്കും അവർക്കുള്ളത്. അവിടെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് സാമ്യതയുള്ളതായിരിക്കും ആ പ്രദേശത്തുള്ള ദൈവങ്ങളെന്ന്. അതായത് അവരുടെ വേ ഓഫ് ലൈഫ് തന്നെയായിരിക്കും അവിടെയുള്ള ദൈവങ്ങളുടെ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിലീജിയൻസ് ഗ്രോ ആൻഡ് ബിക്കം കോംപ്ലക്സ് വെൻ ദ സൊസൈറ്റി ടു വിച്ച് ദേ ആർ
അറ്റാച്ച്ഡ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് അതർ ചേഞ്ചസ് ദെയർ വേസ് ഓഫ് ലൈഫ്. അപ്പം റിലീജിയൻ വളരെയും അത് കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് സങ്കീർണമാകുന്നതും ഏത് സൊസൈറ്റിയിലാണ് ആ റിലീജിയൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ സൊസൈറ്റി വളരെയും സങ്കീർണമാവുകയും ചെയ്യുന്നതനുസരിച്ച് അവിടെയുള്ള ആളുകളുടെ ചിന്താഗതിയും സങ്കീർണമാകും. അപ്പം അതുപോലെ അവിടെയുള്ള റിലീജിയൻസും മതങ്ങളും സങ്കീർണമായിക്കൊണ്ടിരിക്കും. അപ്പം ഇതിനുള്ള ഒരു മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സോ കോൺകസ്റ്റ്, ഈ പിടിച്ചടക്കൽ, അതുപോലെ മൈഗ്രേഷൻ കുടിയേറ്റം, ആൻഡ് നൗ ഗ്ലോബലൈസേഷൻ, ഈ കാലഘട്ടത്തിൽ ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ ആർ സം ഓഫ് ദ വേസ് ഇൻ വിച്ച് റിലീജിയൻസ് ഗ്രോ. അപ്പോൾ റിലീജിയൻസ് വളരാനായിട്ട് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് ഒക്കറൻസിൻ്റെ ആ കാരണങ്ങൾ. ഫസ്റ്റ് വൺ കോൺകസ്റ്റ്, സെക്കൻഡ് മൈഗ്രേഷൻ, ആൻഡ് നൗ ഗ്ലോബലൈസേഷൻ. ദീസ് ആർ ഓൾസോ ദ വേസ് ഇൻ വിച്ച് സൊസൈറ്റി ക്യാൻ ബിക്കം പ്ലൂറൽ. അപ്പം അങ്ങനെ വരുമ്പോൾ സൊസൈറ്റീസും പ്ലൂറലാവും. ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് കുറേ ആളുകൾ പോവുക, അവരുടെ വിശ്വാസങ്ങളും അതോടുകൂടി ഉണ്ടാവും, അവിടുത്തെ ആ നാട്ടിലെ വിശ്വാസങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ പല രാജ്യക്കാരും ഒരു സ്ഥലത്ത് വന്നു വിടുമ്പോൾ അവിടെ വിഭിന്ന ചിന്താഗതി, വിഭിന്ന വിശ്വാസങ്ങൾ വരും. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിത രീതിയും പ്ലൂറലാകും, വിശ്വാസ രീതിയും പ്ലൂറലാകും. സൊസൈറ്റി ഓൾസോ ബിക്കം പ്ലൂറൽ വെൻ ടു കൾച്ചേഴ്സ് കം ഇൻ ടു കോണ്ടാക്ട്. ഇനി ഏതെങ്കിലും രണ്ട് കൾച്ചേഴ്സ് കം ഇൻ ടു കോണ്ടാക്ട് ആക്കുമ്പോൾ ദേ ക്യാൻ മെർജ്, അവർ ചിലപ്പോൾ ഒന്നിച്ച് ചേരാം, അല്ലെങ്കിൽ സ്വാധീനിക്കാം, ഇൻഫ്ലുവൻസ് ഓർ കോ എക്സിസ്റ്റ് പീസ്ഫുള്ളി, അല്ലെങ്കിൽ പരസ്പരം സമാധാനത്തോട് ഒത്തുചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഓർ ഇൻ പെർപെക്ച്വൽ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും തുടർച്ചയായിട്ട് വഴക്കടിച്ച് മുന്നോട്ട് പോകും. ഇതാണ് സാധ്യത. സോ വി സീ ദർ ആർ ടു പോസിബിലിറ്റീസ് വെൻ ടു സൊസൈറ്റീസ് കം ഇൻ ടു കോണ്ടാക്ട്. ഐദർ ദെയർ ബിലീഫ് സിസ്റ്റം മെർജ് ആൻഡ് ഡിഫറെൻറ്റ് ഓർ കോംപ്ലക്സ് എൻറ്റിറ്റി എമർജസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് വിശ്വാസങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് മെർജ് ചെയ്തിട്ട് ഒന്നും കൂടി കുറച്ച് കോംപ്ലക്സ് എൻറ്റിറ്റി ആയിട്ട് മാറും. ഓർ ദേ കോ എക്സിസ്റ്റ്, അല്ലെങ്കിൽ അത് ഒന്നിച്ചു പോകും, ബട്ട് ഹാവ് എ ഗുഡ് ആൻഡ് ചാൻസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ഈച്ച് അതർ. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പരസ്പരം സ്വാധീനിക്കുകയും ചെയ്യും. വെൻ ദ പാസ്റ്ററൽ പീപ്പിൾ, അതിന് ഉദാഹരണമാണ് പാസ്റ്ററൽ പീപ്പിൾ എൻറ്റേർഡ് ഇൻ ടു ഇന്ത്യ ഫ്രം ദ സെൻട്രൽ ഏഷ്യ ആൻഡ് മിഡിൽ ഈസ്റ്റ്, ദേ ഹാഡ് മസ്കുലിൻ ഗോഡ്സ്. അപ്പോൾ പാസ്റ്ററൽ പീപ്പിൾ ആട് കന്നുകാലികളെയൊക്കെ മേയിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിത രീതി ആളുകൾ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ മസ്കുലിൻ ഗോഡ്സ് ആണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. മോസ്റ്റ്ലി ദോസ് ഡിഫൈനിങ് ദ നാച്ചുറൽ എലിമെന്റ്സ് ലൈക്ക് വരുണ, സൂര്യ. അപ്പോൾ ഇവരെയൊക്കെയാണ് ആരാധിച്ചിരുന്നത്. എന്നാൽ കുറേയും കൂടി അവരുടെ ജീവിതചര്യ മാറി സെറ്റിൽഡ് അഗ്രികൾച്ചറലിസ്റ്റ് ആയപ്പോൾ അവർ മദർ ഗോഡസസ്, അതുപോലെ ആൻഡ് മോർ ഇലക്ട്രിക് ഗോഡ്സ് ലൈക്ക് ശിവ, അതുപോലെയുള്ള അവരെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടംപററി ഹിന്ദുയിസം ഹാസ് അബ്സോർബ്ഡ് മെനി ഇൻഫ്ലുവൻസസ്. സം ആസ്പെക്ട്സ് ആർ ഹൈലി പരോക്കിയൽ ആൻഡ് മാജിക്കോ റിലീജിയസ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഇതുപോലെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസ്, ഈസ്റ്റർ അതൊക്കെ ആയിട്ട് ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ ആ ആഘോഷങ്ങളിൽ ഇപ്പോൾ വന്ന് ഭവിക്കാറുണ്ട്. അതായത് സെയിൻറ്റ് നിക്കോളാസ് ഓർ ക്രിസ്മസ് ഫാദർ, അതൊക്കെ ആ ഏത് കൺട്രിയിൽ ആ നേറ്റീവ് പ്രീ ക്രിസ്ത്യൻ കൾച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അല്ലാണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല ഈസ്റ്ററും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. എന്നാലും അത് വേറൊരു സ്ഥലത്തേക്ക് മാറിക്കഴിയുമ്പോൾ അവിടുത്തെ നേറ്റീവ്സിൻ്റെ ചില കൾച്ചേഴ്സ് കൂടി യോജിപ്പിക്കപ്പെടും. അങ്ങനെയാണ് ഈ ക്രിസ്മസ് പാപ്പ, അതുപോലെ ക്രിസ്മസ് ഫാദർ എന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനിറ്റിയിലും വന്നു ചേർന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ചും ആളുകൾ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേരുമ്പോഴും പല റിലീജിയൻ ഉണ്ടാവും. അങ്ങനെ റിലീജിയസ് പ്ലൂരലിസം വളർന്നു വരാനായിട്ട് അത് സഹായത പ്രദാനം ചെയ്യും. ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് അതുപോലെ എ കൈൻഡ് ഓഫ് റിലീജിയസ് പ്ലൂറലിസം അറൈസസ് വെൻ എ റിലീജിയൻ ബൈഫർക്രേറ്റ്സ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ട്സ് ദാറ്റ് ആർ മേ ബിക്കം സോ റാഡിക്കലി ഓപ്പോസിറ്റ് ടു ബിഹേവ് ലൈക്ക് ഡിഫറെൻറ്റ് റിലീജിയൻസ്. ഇനി രണ്ട് ഡിഫറെൻറ്റ് റിലീജിയൻസിനെ പോലെ രണ്ട് സെക്റ്റുകൾ, ഒരു മതത്തിലുള്ള രണ്ട് വിഭാഗങ്ങൾ വിഭിന്ന രീതിയിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് ഒന്നിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ അവരെപ്പോഴും അങ്ങനെ അകന്ന് തന്നെ കഴിയും. അപ്പോൾ അവർ തമ്മിൽ ഇൻറ്ററാക്ഷൻസ് കുറവായിരിക്കും. അതിന് നല്ലൊരു എക്സാമ്പിളാണ് കാത്തലിക്സും പ്രൊട്ടസ്റ്റന്റ് തമ്മിലുള്ളത്. അവർ തമ്മിൽ ഒന്നിച്ചു പോകാൻ താല്പര്യപ്പെടാത്തവരാണ് ഇന്നും. ഇൻ നോർത്തേൺ ഐലൻഡ് ഫോർ എക്സാമ്പിൾ ദീസ് ടു ഫാക്ഷൻസ് ഹാവ് ബീൻ അറ്റ് വാർ
ഫോർ സെഞ്ചുറീസ് ആൻഡ് കണ്ടിന്യൂഡ് ഇൻ ദാറ്റ് വേ. അപ്പോൾ ഈ രണ്ട് നോർത്തേൺ അയർലൻഡിൽ ഈ രണ്ട് വിഭാഗക്കാരും തമ്മിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഷിഹ ആൻഡ് സുന്നി സെക്സ് ആർ സിമിലർലി ഹോസ്റ്റൈൽ ടു ഈച്ച് അതർ. അതുപോലെ തന്നെ ഷിഹയും സുന്നി സെക്സ് അവരും പരസ്പരം വിരോധികളാണ്. ദ വേൾഡ്സ് ബിഗസ്റ്റ് ഷിഹ സ്റ്റേറ്റ് ഇറാൻ fought a long drawn out war with the Sunni neighbor Iraq only in the name of religion. മതത്തിന്റെ പേരിലാണ് ഇറാനും ഇറാഖും തമ്മിലുള്ള ഷിയയും അതുപോലെ സുന്നി വിഭാഗങ്ങളുള്ള ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധം ബഹളമായിട്ട് നീങ്ങുന്നത്. സെക്സ് ആർ അറ്റ് കോൺഫ്ലിക്റ്റ് ഓൺലി വെൻ ദേ ആർ ഈക്വലി പവർഫുൾ ഓർ ഹാവിങ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. ഇതിൽ എപ്പോഴും പരസ്പരം വഴക്കടിക്കുക എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഒന്നില്ലെങ്കിൽ അവർ പവർഫുൾ ആയിരിക്കും, ഈക്വലി രണ്ടുപേരും തുല്യ പവർഫുൾ ആയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഹാവിങ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കടിക്കാനുള്ള താല്പര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ പല സ്ഥലത്തും അതുപോലെ ഹിന്ദുസിൻ്റെ അടക്കം ക്രിസ്ത്യൻസിൻ്റെ അടക്കം ഒക്കെ കുറേ സെക്സ് ഉണ്ട്. പക്ഷേ മിക്കവാറും ആളുകൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ചില ആളുകളുടെ ഇടക്ക് ചില വിഭിന്നതകളുണ്ട്. അതായത് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വൈഷ്ണവാസിസ്റ്റ് ആൻഡ് ശിവായിസ്റ്റിസ്റ്റ് അവരുടെ ഇടയ്ക്ക് വിഭിന്നത ഉണ്ട്. അവരങ്ങനെ അത്ര അടുപ്പത്തിലല്ല പോകുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഒരു കുഴപ്പമില്ലാത്ത വിഭിന്ന സെക്റ്റുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആഫ്റ്റർ ബുദ്ധിസം വാസ് സബ്ഡ്യൂഡ് ഇൻ ഇന്ത്യ ഇറ്റ് നെവർ കെയിം ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ഹിന്ദുസ്. ബുദ്ധിസം ഇന്ത്യയിൽ പ്രചരിച്ചെങ്കിലും അതൊരിക്കലും ഹിന്ദുസായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. അതുപോലെ ഹു കണ്ടിന്യൂ ടു റിവർ ദ ബുദ്ധ, അവർ ബുദ്ധ ഹിന്ദു ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബുദ്ധിസം സ്വീകരിക്കുക, ബുദ്ധ ഹിന്ദുസം സ്വീകരിക്കുക. അങ്ങനെ ആ രണ്ട് മതസ്ഥരും പരസ്പര ആശ്രിതരായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. Peacefully coexisting religions, however, remain a potential hope for the creation of conflict. Can be seen in India. ഇന്ത്യയിൽ ചിലപ്പോൾ ഒന്നിച്ചു പോകുന്ന റിലീജിയൻസ് ചിലപ്പോൾ ഇടക്കിടക്ക് പൊട്ടിത്തെറിക്കുന്നതായിട്ടും വഴക്കടിക്കുന്നതായിട്ടും കാണാം. ഇതിൻ്റെയൊക്കെ കാരണം വെസ്റ്റഡ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ്സ്. ചില ഗ്രൂപ്പ്സിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അധീനമായിട്ടാണ് ഇങ്ങനെ സാധാരണ ഇവിടെ ഇതുപോലെയുള്ള വഴക്കുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് ആളുകളെ ഭിന്നിപ്പിക്കുക, മതങ്ങളെ ഭിന്നിപ്പിക്കുക, അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ റിലീജിയസ് കോൺഫ്ലിക്ട്സ് ഉടലെടുക്കുന്നത്. റിലീജിയസ് ഗ്രൂപ്പ്സ് ദാറ്റ് ഫോം മൈനോറിറ്റീസ് ഇൻ ദി ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻസ്. ഇനി ചില ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻസ് നോക്കുമ്പോൾ അവിടെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നതായിട്ട് ആർ ലയബിൾ ടു ബി പെർസിക്യൂട്ടഡ് എന്ന് കാണാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ദ യുഹാസ് ഇൻ ചൈന ആൻഡ് ദ റോഹിൻഗ്യസ് ഇൻ മ്യാൻമറിലെ റോഹിൻഗ്യസും ചൈനയിലെ ഉഗാസും ഒക്കെ ഇതുപോലെയുള്ള മൈനോറിറ്റി ആളുകളാണ്. അവർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ന്യൂ വേസ് ഓഫ് വർഷിപ്പ് ആൻഡ് ഡൈവർജന്റ് ബിലീഫ് സിസ്റ്റം ഓഫൺ അറൈസ് അണ്ടർ സിറ്റുവേഷൻസ് ഓഫ് സ്ട്രെസ് ആൻഡ് ഒപ്രഷൻ ആൻഡ് ആർ നോൺ ആസ് റിലീജിയസ് റെസിസ്റ്റൻസ്. ഇനി ന്യൂ വേസ് ഓഫ് വർഷിപ്പ്, പുതിയ രീതിയിലുള്ള വർഷിപ്പും അതുപോലെ ഉള്ള കാര്യങ്ങളും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ സ്ട്രെസ്സും ഒപ്രഷനും ഒക്കെ ഉണ്ടാക്കും. അപ്പം അതിനെ അതിജീവിക്കാൻ വേറൊരു ഫോം ഉടലെടുക്കും. അതിനെയാണ് റിലീജിയൻസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദേ മേ അറൈസ് അണ്ടർ സിറ്റുവേഷൻസ് ഓഫ് കോളനൈസേഷൻ ഓർ വെൻ എ പീപ്പിൾ ആസ് എ ഹോൾ ഫേസ് ഓപ്പറേഷൻ രാഷ്ണലി എത്തനിക്കലി ഓർ അതർവൈസ്. ഇപ്പോൾ രാഷണലി അല്ലെങ്കിൽ എത്തനിക്കലി ആയിട്ട് ആരെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് അടിമപ്പെടുമ്പോഴാണ് ഇതുപോലെ റെസിസ്റ്റൻസ് റിലീജിയൻസ് ഉണ്ടാവാറുള്ളത്. വൺ സച്ച് റിലീജിയസ് സെക്ട് ദാറ്റ് ഹാസ് ബീൻ സ്റ്റഡീഡ് എക്സ്റ്റെൻസീവ്ലി സോഷ്യോളജിക്കലി ആൻഡ് ആന്ത്രോപോളജിക്കലി ഈസ് റസ്റ്റഫാരി എന്നുള്ള മതം ഇതിന് ഒരു നല്ല ഉദാഹരണമാണ്. ഇതുപോലെ സ്ട്രെസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ഉടലെടുത്ത ഒരു മതമാണ് റസ്റ്റഫാരി മതം എന്നുള്ളത്. ഇറ്റ് ഈസ് എ റിലീജിയൻ ആസ് വെൽ ആസ് എ വേ ഓഫ് ലൈഫ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ജമൈക്കയിൽ ഉടലെടുത്തിട്ടുള്ള ഒരു മതമാണ് ഈ റസ്റ്റഫാരി. ബട്ട് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. പക്ഷെ അത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നു. എങ്ങനെ? എമംഗ് ദ പീപ്പിൾ ഓഫ് ആഫ്രിക്കൻ ഡിസെൻറ്റ്, ആഫ്രിക്കൻ വംശജരുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാം ഈ മതം പടർന്നിട്ടുണ്ട്. ഹു ഹാഡ് ബീൻ ട്രാൻസ്പോർട്ടഡ് അവേ ഫ്രം ദെയർ ലാൻഡ് ഓഫ് ഒറിജിൻ ബിക്കോസ് ഓഫ് ദ സ്ലേവ് ട്രേഡ്. അപ്പോൾ സ്ലേവ് ട്രേഡ് കാരണം അവരെ ഈ ആഫ്രിക്കൻ ഡിസെൻസിനെ പല രാജ്യങ്ങളിലേക്കും ജമൈക്കയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടത്തി. പക്ഷെ അവർക്ക് അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ടു ദ ഡൗൺ റോഡൻ എത്യോപ്യൻസ് ഇൻ ജമൈക്ക, ദിസ് വാസ് എ ബെക്കൺ ഓഫ് ലൈറ്റ്.
sorry, in 1930 Rastafari was crowned the emperor of Ethiopia. അപ്പൊ 1930 റസ്റ്റഫാരി അവിടുത്തെ എത്തോപ്യയിലെ ചക്രവർത്തിയായിട്ട് കിരീടധാരണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഹെയ്ലി സെലേസി എന്നായി ആക്കി മാറ്റി. റസ്റ്റഫാരി എന്ന് പറഞ്ഞാൽ ആ മതത്തിന്റെ പേരാണ്. അപ്പൊ ഈ ചക്രവർത്തിയുടെ പേര് ഇങ്ങനെ ചക്രവർത്തി ആകണേക്ക് മുമ്പ് ടഫാരി എന്നായിരുന്നു. അതാണ് പിന്നീട് റസ്റ്റഫാരി എന്നുള്ള മതമായിട്ട് മാറിയത്. അപ്പൊ അദ്ദേഹം അവിടുത്തെ ചക്രവർത്തി ആയപ്പോൾ എത്തോപ്യൻസ് അല്ലെങ്കിൽ ഡൗൺ റോഡൻ എത്തോപ്യൻസ് ജമൈക്കയിലുള്ള അവർക്ക് ഒരു ആശാകിരണം വന്ന പോലെയായി. അവർക്ക് രക്ഷ പ്രാപിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അവർ കണ്ടത്. അവർക്കൊരു വെളിച്ചം കിട്ടിയ പോലെ തോന്നി. അതിൻ്റെ അവർ അദ്ദേഹത്തെ ദൈവമായിട്ട് ആരാധിക്കാനും തുടങ്ങി. അപ്പൊ യേശുവിൻ്റെ ഒരു രണ്ടാം അവതാരമായിട്ടാണ് ഈ ആഫ്രിക്കൻ ഡിസെൻസ് ഈ ഹെയിൽ സെയിൽസിനെ കണ്ടിരുന്നത്. അതുപോലെ റസ്തഫാരി മതത്തിന് അവർക്കുള്ള രക്ഷക്കുള്ള വഴിയായിട്ടാണ് ആ മതത്തെ അവർ സ്വീകരിച്ചത്. ആസ് വെൽ എക്സ്പ്ലെയിൻഡ് ബൈ ദ നോവലിസ്റ്റ് VS നെയ്പിൾ, ഒരു നോവലിസ്റ്റ് ആണ് നെയ്പിൾ. അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് റസ്റ്റഫാരി മൂവ്മെന്റ് വാസ് എ വേ ഇൻ വിച്ച് ദ പീപ്പിൾ ഓഫ് ആഫ്രിക്കൻ ഒറിജിൻ ഇൻ ജമൈക്ക. അപ്പൊ ജമൈക്കയിലുള്ള ആഫ്രിക്കൻ ഒറിജിൻസിലായിട്ടുള്ള ആളുകൾ ഈ റസ്റ്റഫാരി മതത്തിനെ മൂവ്മെന്റിനെ കണ്ടത് ഫൗണ്ട് എ വേ ടു കോപ്പ് വിത്ത് ആൻഡ് സർവൈവ് ദെയർ ഓപ്പറേഷൻ. അവരുടെ ആ വിഷമങ്ങൾക്കൊക്കെ ഒരു അവസാനം, അവരുടെ മർദ്ദന രീതികളിൽ നിന്നൊക്കെ അവർക്കൊരു രക്ഷ പ്രാപിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അവർ ഈ മതത്തെ കണ്ടത്. സിൻസ് ദേ ഫെൽറ്റ് റിജക്റ്റഡ് ഇൻ ജമൈക്ക, ദേ ടു റിജക്റ്റഡ് ഇറ്റ് ആസ് ദെയർ ഓൺ കൺട്രി. അപ്പൊ ജമൈക്കയിലുള്ള അവരെല്ലാം അവരുടെ ഒറിജിൻ എത്തോപ്യയാണ്. അപ്പൊ ജമൈക്കക്കാർ അവരെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, അവരും ജമൈക്കനെ റിജക്റ്റ് ചെയ്യണം. അവരും എത്തോപ്യനാണ്. അപ്പൊ അവർക്ക് എത്തോപ്യയിലേക്ക് തന്നെ എത്തിപ്പെടാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിനുള്ള വഴി ഈ പുതിയ ചക്രവർത്തി തുറന്നു കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുള്ള. അങ്ങനെ അവരുടെ പർദീസ അല്ലെങ്കിൽ ജന്മസ്ഥലത്തേക്ക് എത്തപ്പെടും എന്നവർ വിശ്വസിക്കുന്നു. ദേ ഓൾസോ റിജക്റ്റഡ് ദ വേ of life there, preferring to smoke ganga, growing their hair into dreadlocks and neglecting the hygiene of their bodies. അപ്പൊ അതുപോലെ അവിടുത്തെ ജമൈക്കയിലെ ജീവിത രീതിനെ ആകെ അവര് എതിർക്കണം. അതിനോട് ഒട്ടും ഒത്തുചേരാതെ അവരുടേതായ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കഞ്ചാവ് വലിക്കുക, മുടി വെറുതെ ശ്രദ്ധയില്ലാതെ ചുരുട്ടി വലിച്ചു നീട്ടിയിടുക, അതുപോലെ ബോഡിയുടെ ഹൈജീനിക് അതൊന്നും ശ്രദ്ധിക്കാതെ മെർജിങ് വിത്ത് നേച്ചർ, പ്രകൃതിയായിട്ട് ഒത്തുചേർന്ന് റിജക്റ്റിംഗ് ഓൾ മാനുഫാക്ചേർഡ് ഫുഡ്സ് ലൈക്ക് ആൽക്കഹോൾ ആൻഡ് മീറ്റ്, ആൽക്കഹോൾ മീറ്റ് അതുപോലെയുള്ള മാനുഫാക്ചേർഡ് ഫുഡ്സ് എല്ലാം റിജക്റ്റ് ചെയ്തിട്ട് നേച്ചറിൽ നിന്ന് എന്ത് കിട്ടണം അത് മാത്രം ഭക്ഷിച്ച് മുന്നോട്ട് പോവുക. ദ റസ്റ്റഫാരിയൻസ് ആർ വെജിറ്റേറിയൻസ്, അവർ വെജിറ്റേറിയൻസ് ആൻഡ് പ്രിഫർ ടു ലീവ് പീസ്ഫുള്ളി, അവർ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ദേ ഹാവ് ബീൻ സ്റ്റഡീഡ് ബൈ സെവറൽ സോഷ്യോളജിസ്റ്റ്. അപ്പൊ അവരെ കുറിച്ച് പല സോഷ്യോളജിസ്റ്റും പഠിക്കുന്നുണ്ടായിരുന്നു. ഓൾദോ ബ്രേക്കിംഗ് അവേ ഫ്രം കൺവെൻഷണൽ ക്രിസ്ത്യാനിറ്റി, അപ്പൊ ആ കൺവെൻഷണൽ പുരാതന ക്രിസ്ത്യാനിറ്റി ആയിട്ട് അവര് ഇഷ്ടപ്പെടാതിരുന്നെങ്കിലും റസ്റ്റഫാരി ഡ്രോൺ അപ്പോൺ ദ ബൈബിൾ ആസ് ദെയർ മേജർ സേക്രഡ് ബുക്ക്, അവരുടെ മേജർ സേക്രഡ് ബുക്കായിട്ട് അവരെ സ്വീകരിച്ചത് ബൈബിളിനെ ആയിരുന്നു. ബൈബിൾ പ്ലേസ് എ കീ റോൾ ഇൻ ദ ലൈഫ് ഓഫ് റസ്റ്റഫാരിയൻസ്. അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ അവരുടെ രക്ഷക്കായിട്ടുള്ളൊരു ബുക്കാണ് ഈ ബൈബിൾ എന്നുള്ളത്. അത് ഇറ്റ് ഈസ് റിട്ടേൺ ബൈ ഫോർ ആൻഡ് ബൈ ബ്ലാക്ക് പീപ്പിളിന് വേണ്ടി ബ്ലാക്ക് ദൈവത്താൽ എഴുതപ്പെട്ടതാണെന്ന്. അതാണ് overriding some of the discriminations that they faced from the white Christians നിന്ന് അവർ നേരിട്ടിരുന്ന വിവേചനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഉള്ള ഒരു മറുപടി ഈ ബുക്കിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് സ്വീകരിച്ചത്. അപ്പൊ the end of the 20th century saw the emergence of new faiths known as New Age religions. ഇനി 20th centuryയുടെ അവസാനം പല ന്യൂ ഏജ് റിലീജിയൻസ് ഉടലെടുത്തതായിട്ട് കാണാം. These new religions are variously known as Church of Scientology എന്നാണ് പുതിയ റിലീജിയൻസിന് അറിയപ്പെടുന്നത്. അതിൽ ദ ഡിവൈൻ ലൈറ്റ് മിഷൻ, ഹരേ കൃഷ്ണ മൂവ്മെന്റ്, നിയോ പാഗ്നിസം അതൊക്കെ ഈ ന്യൂ റിലീജിയൻസിൽ പെട്ടതാണ്. ദേ ആർ ഓൾസോ ഹൈലി സിൻക്രറ്റിക് ട്രഡീഷൻസ്. അപ്പൊ ഈ പുതിയ മതങ്ങൾ എന്ന് പറയുന്നതൊക്കെ സിൻക്രറ്റിക് ട്രഡീഷൻസ് ഉള്ളതാണ്. അതായത് ഒരു സമന്വയ ചിന്താഗതി, എല്ലാത്തിനോടും ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സമന്വയ ചിന്താഗതി
ചിന്താഗതിയുള്ളതിനെയാണ് സിൻക്രറ്റിക് ട്രഡീഷൻസ്, പാരമ്പര്യത്തിനെയാണ് അങ്ങനെ പറയുന്നത്. ആൻഡ് വി വിൽ ഡിസ്കസ് ദം ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. അനദർ മൂവ്മെന്റ് ദാറ്റ് ബിഗൺ മെനി ഇയേഴ്സ് എഗോ ആസ് ആൻ ഓൾട്ടർനേറ്റ് റിലിജിയൻ ദാറ്റ് ക്യാൻ ബി സ്റ്റഡീസ് ആസ് റിലീജിയസ് പ്ലൂരലിസം. അപ്പൊ റിലീജിയസ് പ്ലൂരലിസം പോലെ തന്നെ അല്ലെങ്കിൽ സിൻക്രറ്റിക് ട്രഡീഷൻ പോലെ തന്നെ ഉള്ള വേറൊരു റിലീജിയനാണ് സൂഫിസം അല്ലെങ്കിൽ ഇസ്ലാമിക് മിസ്റ്റിസിസം. That began early, almost all the same time as the beginning of Orthodox Islam. അപ്പൊ ഇവിടെയും കുറെ സെയിൻസുകളുണ്ട്, നല്ല രീതിയിൽ നല്ല ചിന്താഗതിയിലും മുന്നോട്ട് ആളുകളെ നയിക്കുന്ന. ഹിന്ദുക്കളായാലും പല വിഭാഗക്കാരെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സമന്വയിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റിയ ഒത്തിരി സെയിൻസ് ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. ദേ വർ റെഫേർഡ് ടു ആസ് അസെൻറ്റിക് പ്രൊട്ടസ്റ്റ്. അവരെ സന്യാസ പ്രൊട്ടസ്റ്റ് ആസ് ദേ റിജക്റ്റഡ് ദ റോയൽ, പ്രതിഷേധികൾ എന്നാണ് അറിയപ്പെടുന്നത്. ആസ് ദേ റിജക്റ്റഡ് ദ റോയാലിറ്റി ആൻഡ് ഓൾസോ ദ പാസ് ഓഫ് വെൽത്ത് ആൻഡ് മെറ്റീരിയൽ പൊസഷൻസ്. വെൽത്തും മെറ്റീരിയൽ പൊസഷൻസ് ഒക്കെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സിമ്പിൾ ലൈഫ്, നല്ല വഴി മാർഗം തിരഞ്ഞെടുത്തിട്ടുള്ള ഒത്തിരി സൂഫി ട്രഡീഷൻ സെയിൻസും ഉണ്ട്. ദേ പൊസിഷൻഡ് themselves against the monarchy in countries ruled by monarchs like in Morocco. അതുപോലെ ഹംസ, സിദി അലി, മറോഭേറ്റിയൻ ഇവരൊക്കെ പല രീതിയിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഡിവൈൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, അതുപോലെ ആളുകളെ ഒന്നിപ്പിച്ച് നല്ല വഴിയിലൂടെ നടത്താൻ ശ്രമിച്ചിട്ടുള്ള മഹാന്മാരാണ്. The defense of the Sufi saints of those in power is key character of the cult, as the Munson puts it, focus on they myth of the righteous man of God who dares to defy an unjust sultan. അതായത് this indicates that the poor and the powerless invent their own faith. പാവങ്ങളും ശക്തിയില്ലാത്തവരും പവർലെസ്സും ആയിട്ടുള്ള ആളുകൾ അവരുടെ വിശ്വാസം അവർ തന്നെ തേടി കണ്ടെത്തും. ആൻഡ് ദാറ്റ് എനേബിൾസ് ദം ടു സർവൈവ്. അങ്ങനെ അത് നിലനിൽക്കാൻ അവരെ സഹായിക്കും. ആൻഡ് മെയിൻറ്റെയിൻ ദെയർ ഇന്നർ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഐഡന്റിറ്റി. അവരുടെ ഇന്നർ സെൽഫ് റെസ്പെക്റ്റും ഐഡന്റിറ്റിയൊക്കെ നിലനിർത്താനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അത് കാലത്തിനനുസരിച്ച് ഓരോ സെയിൻസ് അല്ലെങ്കിൽ ഓരോ ആളുകൾ അവരുടെ രീതിക്ക് ഒത്ത രീതിയിലുള്ള ആളുകൾ അവരെ രക്ഷിക്കാൻ വന്നു ചേരും. അങ്ങനെയാണ് സൂഫി സെയിൻസ് പറയുന്നത്. ഫ്രം a sociological perspective, this shows that marginalization, oppression and poverty are generative of new religions of faith. New religions of faith നെ കൊണ്ടുവരാനായിട്ടുള്ള മിക്കവാറും കാരണങ്ങൾ മാർജിനലൈസേഷൻ, ഒപ്രഷൻ, പോവർട്ടി ഇതൊക്കെയാണ്. അതിൻ്റെ ഉദാഹരണമാണ് റസ്തഫാരി, അതുപോലെ സൂഫിസം, അതിൻ്റെയൊക്കെ ഉയർച്ച. Religious pluralism is therefore indicative also of the deep cleavages within society, not only based on ethnicity but also of class, caste, race and other forms of discrimination. കാസ്റ്റ്, അതുപോലെ റേസ്, വംശം, അങ്ങനെയുള്ള വിവേചനങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് ഈ ന്യൂ റിലീജിയസ് പ്ലൂറലിസംസ് ഉടലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്ത സിൻക്രറ്റിക് ട്രഡീഷൻസ്. സിൻക്രറ്റിക് ട്രഡീഷൻസ് എന്ന് പറയുന്നത് are possible only when the religions move away from the essentialist doctrine and are willing to absorb beliefs from their environment. അവരുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ചില വിശ്വാസങ്ങൾ സ്വീകരിക്കുക, പറ്റാത്ത കാര്യങ്ങളെ തള്ളിക്കളയുക. അതായത് പുതിയ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പുതിയ മത ചിന്തകൾ, തത്വ സംഹിതകൾ വരുമ്പോൾ അതിൽ നല്ല ഭാഗങ്ങൾ സ്വീകരിക്കുക, മറ്റേത് തള്ളിക്കളയുക, എന്നിട്ട് അതുമായിട്ട് സമന്വയിച്ച് മുന്നോട്ട് പോവുക, ഒരു സമവായം ചെയ്ത് മുന്നോട്ട് പോവുക. അതിനെയാണ് സിൻക്രറ്റിക് ട്രഡീഷൻസ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഉദാഹരണമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടായി. അപ്പൊ ഹിന്ദുസ് എക്സാമ്പിൾ, ലോവർ കാസ്റ്റ്, വുമൺ ആൻഡ് അതർ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി വെർ ഒപ്രസ്ഡ് ബൈ ദ റൂളിംഗ് ബ്രാഹ്മിൻസ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അതുപോലെ പാട്രിയാർക്കിക്കൽ കൺട്രീഷൻസ്, ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസ്, ഇതൊക്കെ ഒത്തിരി വീക്കർ സെക്ഷനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ടുള്ള വഴികളാണ് ഈ ഹിന്ദുയിസം, സൂഫിസവും അതുപോലെയുള്ള മറ്റു പുതിയ മതങ്ങൾ, അതുപോലെ ബുദ്ധിസമൊക്കെ ഇതിലൂടെയൊക്കെ സാധ്യമായിട്ടുള്ളത്. ഈ സൂഫിസം കെയിം ഇൻ ടു ഇന്ത്യ ത്രൂ ദ ഹോളി പേഴ്സൺ ഖവാജ് മൊയ്തീൻ ക്രിസ്റ്റി. പിന്നെ അതുപോലെ തന്നെ വേറെ സെയിൻസ് ആണ് അജ്മർ ഷരീഫ്. പിന്നെ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇതുപോലെ
സിൻക്രറ്റിക് ട്രഡീഷനോട് താല്പര്യമുള്ള ആളുകളായിരുന്നു. ഇനി ക്രിസ്റ്റി കെയിം ടു ഇന്ത്യ വെൻ പൃഥ്വിരാജ് ചൗഹാൻ വാസ് ടു ദ ത്രോൺ ഓഫ് ഇന്ത്യ. പൃഥ്വിരാജ് ചൗഹാൻ രാജാവായിരുന്ന സമയത്താണ് ക്രിസ്റ്റി ഇന്ത്യയിൽ വന്നത്. അദ്ദേഹം, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഹിന്ദു കിങ് ആണ്, പക്ഷേ ക്രിസ്റ്റിയായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ക്രിസ്റ്റി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ സൂഫി സെയിൻസ് ടു ഫോളോ ലൈക്ക് ബാബ ഫറീദ് ആൻഡ് മൊനൂദ്ദീൻ ക്രിസ്റ്റി ഹാഡ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. അതുപോലെ വേറെ ഒന്നാണ് ഗ്രേറ്റ് മ്യൂസിഷ്യൻ ആൻഡ് പോയറ്റ് അമീർ ഖുറോസോ penned many verses professing the love for the divine who is portrayed as a beloved. ഇനി അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റ് വാസ് പർട്ടിക്കുലർലി ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് അറ്റാക്കിംഗ് ബ്രാഹ്മണിക്കൽ റിച്വലിസം. അപ്പം ബ്രാഹ്മണിക്കൽ റിച്വലിസത്തിനെ അറ്റാക്ക് ചെയ്യുന്ന വേറെ ഒരു മൂവ്മെന്റ് ആയിരുന്നു ഭക്തി മൂവ്മെന്റ്. അപ്പൊ അതിന്റെ അഖ മഹാദേവ്, ബഹീനാഭായി ആൻഡ് മീരാഭായി ഇൻ ദ ഭക്തി മൂവ്മെന്റ് ദാറ്റ് ഓൾസോ sought to liberate women from the shackles of domesticity. അതുപോലെ വേറൊരു സെയിൻ്റാണ് സായിബാബ. സായിബാബ ഈസ് അനദർ സെയിൻറ്റ് ഹു വാസ് മുസ്ലിം ഫക്കീറാണ്. അദ്ദേഹവും ഹിന്ദുസിൻ്റെ ഇടയ്ക്കുള്ള ക്ലാസും കാസ്റ്റിൻ്റെയൊക്കെ പേരിലുള്ള ആ വഴക്കുകളെ ഉച്ചനീചത്വത്തിനൊക്കെ എതിർത്തിരുന്നു. ഹി ഈസ് പോപ്പുലർലി എമംഗ് ദ ലോവർ കാസ്റ്റ് ആസ് ഹിസ് ഫോളോവേഴ്സ് ടു ഡു നോട്ട് ബിലീവ് ഇൻ caste or religion divisions, and his worship is done mostly through singing and offering prayers through bhajans. ഇപ്പോൾ ഭജനത്തിൽ കൂടിയാണ് അദ്ദേഹം ഈശ്വരാരാധനയൊക്കെ നടത്തിയിരുന്നത്. ഇനി ബാബ ഈസ് ഓൾസോ സീൻ ആസ് എ പ്രൊട്ടക്ടർ ഓഫ് ഡോഗ്സ്. ഡോഗുകളെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായി. അതായത് കോൺട്രഡിക്റ്റിംഗ് ദ ബ്രാഹ്മണിക്കൽ ഹിന്ദുസ്. ഈ ബ്രാഹ്മണിക്കൽ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡോഗ് ഇംപ്യൂർ ആയിട്ടുള്ള, അശുദ്ധിയായിട്ടുള്ള മൃഗമായിട്ടാണ് അവർ കൺസിഡർ ചെയ്തത്. പക്ഷെ ബാബ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്, ആ മൃഗത്തിനെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഭക്തി മൂവ്മെന്റിൽ പെട്ടാണ് ഹരേ കൃഷ്ണ മൂവ്മെന്റ്. അത് ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് എല്ലായിടത്തും തന്നെ ഭക്തി മൂവ്മെന്റ്, ഈ ഹരേ കൃഷ്ണ മൂവ്മെന്റും അതിൻ്റെ ഷ്രൈൻസും ഒക്കെ എല്ലായിടത്തും തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ സിൻക്രിറ്റിക് ട്രഡീഷൻ്റെ ഒരു പരമ്പരയിൽ പെട്ടതാണ്. പിന്നെ വേറെ ഒന്ന് ബ്രഹ്മസമാജ് ആസ് ഫൗണ്ടഡ് ഇൻ ബംഗാൾ ബൈ റിഫോമിസ്റ്റ് ലൈക്ക് കേശവ് ചന്ദ്രസേൻ ആൻഡ് ടാഗോർ റിജക്റ്റഡ് ഐഡിയൽ വർഷിപ്പ് ബ്രാഹ്മണിക്കൽ റിച്വൽസ് ആസ് വെൽ ആസ് ഇറ്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് കാസ്റ്റ് ഹൈറാർക്കി. അപ്പോൾ ഈ ബ്രഹ്മസമാജ് ഇതുപോലെയുള്ള അസമത്വങ്ങളെ ഒന്നിലും താല്പര്യമില്ലായിരുന്നു, അതിനെല്ലാം എതിർത്തതായിരുന്നു. ദേ എൻകറേജ്ഡ് വുമൺസ് എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിച്ച്, അതുപോലെ വിഡോ റീമാരേജ് ആസ് വെൽ ആസ് അലൗ ഗേൾസ് ടു ഗെറ്റ് മാരീഡ് അറ്റ് ഹയർ ഏജ്. ഇതൊക്കെ അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ്. സിമിലർലി ഇൻ പഞ്ചാബ് ആൻഡ് നോർത്തേൺ ഇന്ത്യ സ്വാമി ദയാനന്ദ സരസ്വതി ബിഗാൻ ദ ആര്യ സമാജ്. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി പഞ്ചാബിലെ ആര്യ സമാജ് സ്റ്റാർട്ട് ചെയ്ത്, ലാർജ്ലി ബേസ്ഡ് ഓൺ സിമിലർ ഐഡിയോളജി. ഈ ആര്യ സമാജും ബ്രഹ്മസമാജിന്റെ പോലെയുള്ള ഒരു ഐഡിയോളജി തന്നെയുള്ളായിരുന്നു. ദീസ് റിഫോമിസ്റ്റ് ഹിന്ദു സെക്ട്സ് വെയർ ഓൾസോ ഡീപ്ലി കണക്റ്റഡ് വിത്ത് നാഷണലിസം ആസ് ദേ വിഷസ് ടു എംഫസൈസ് ദ സുപ്പീരിയറിറ്റി ഓഫ് ബോത്ത് ദ ഹിന്ദു റിലീജിയൻ ആൻഡ് ദ ഹിന്ദു നാഷൻ ആസ് അഗെയിൻസ്റ്റ് വെസ്റ്റേൺ കൊളനൈസേഷൻ. റിലീജിയനിൽ വരുന്നത്. ഇനി മോഡേൺ ഏജ് റിലീജിയൻസ് ഉണ്ട് കുറേ. ബൈ ദ എൻഡ് ഓഫ് ദ 20th century മോഡേൺ ഡേ ടെക്നോളജി, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രോട്ട് ദ വേൾഡ് ക്ലോസർ ആൻഡ് ക്രിയേറ്റഡ് വാട്ട് ഈസ് ടുഡേ നോൺ ആസ് ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഇപ്പോഴത്തെ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട്, ലോകത്തിലുള്ള എല്ലാവരുമായിട്ട് ഇടപഴകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ തന്നെ വിസ്തൃതി ഇല്ലാതെയായി. നമ്മളെല്ലാവരും, ഭൂലോകത്തിലുള്ള എല്ലാവരും തന്നെ ഒരു ഗ്ലോബൽ വില്ലേജിലെ അംഗങ്ങളെ പോലെയായി. സച്ച് എ ഷ്രിങ്കേജ് ഓഫ് ദ വേൾഡ്, അങ്ങനെ വേൾഡ് ചുരുങ്ങിയപ്പോൾ എക്സ്റ്റെൻസീവ് ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലോസ് എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഇന്ററാക്ഷൻ റിസൾട്ടഡ് ഇൻ ദ എമർജൻസ് ഓഫ് സിൻക്രിറ്റിക് റിലേഷൻസ് ട്രഡീഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് സിൻക്രിറ്റിക് റിലീജിയസ് ട്രഡീഷൻസ് വളരാൻ കൂടുതൽ ഇത് സഹായപ്രദമായി. ഇൻ ദ വെസ്റ്റേൺ കൺട്രീസ് എമർജന്റ് ഫോംസ് ഓഫ് റിലീജിയൻ ഇൻക്ലൂഡ് വാട്ട് ഈസ് നോൺ ആസ് നിയോ പാഗനിസം, ബാക്ക് ടു ദ പ്രീ ക്രിസ്ത്യൻ ബിലീഫ്സ്, borrowing mostly from the ancient Celtic, Scandinavian, Germanic roots. അപ്പോൾ ഇതെല്ലാം ന്യൂ റിലീജിയൻസിന് എക്സാമ്പിൾസ് ആണ്. ദീസ് ഇൻക്ലൂഡ് വർഷിപ്പ് ഓഫ് നേച്ചർ ആൻഡ് ഫീമെയിൽ ഗോഡസസ് ആൻഡ് ഫെർട്ടിലിറ്റി കൾട്സ്, ബ്രിങ്ങിങ് പീപ്പിൾ ഇൻ ക്ലോസർ കമ്മ്യൂണിയൻ വിത്ത് നേച്ചർ. Many people believe that the environmental and political ills of the present day
വേൾഡ് ആർ ഡ്യൂ ടു മൂവിങ് അവേ ഫ്രം നേച്ചർ ആൻഡ് ഡിസ്റിഗാർഡ് ഓഫ് ഹിസ് പവർ. അപ്പം നേച്ചറിൽ നിന്ന് അകലെ നേച്ചറിൻ്റെ ശക്തിക്ക് അധീനപ്പെടാതെ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് പരിസ്ഥിതി കാണുന്ന എല്ലാ ദൂഷ്യങ്ങളും പൊളിറ്റിക്കൽ ഇൽസും എല്ലാം ഇതിൻ്റെ ഒരു പരിണത ഫലമാണെന്നാണ് പറയപ്പെടുന്നത്. They also believe that the doctrinal religions are too patriarchal and have over the centuries suppressed the power of women. അപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന പല മതങ്ങളും പാട്രിയാർക്കികളാണ്, ആണുങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതാണ്. അവിടെ സ്ത്രീകൾ വളരെയേറെ കഷ്ടപ്പെട്ടിരുന്നതായിട്ടാണ് കണ്ടിരുന്നത്. The modern witches of Wiccan are another of the New Age religion that brings back pre-Christian paganism and the worship of goddess and feminine powers. ഇനി അതുപോലെ തന്നെ cult originating in the 12th century, namely the Vaishnava movement started by Sri Chaitanya from a small village in Bengal called Navath, has now spread to the entire world in the form of the Hare Krishna movement. ഇപ്പോൾ അത് ബംഗാളിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പുതിയ മതം അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. So we see that syncretic religions are usually products of historical process, are well suited to deal with the problems and issues of the times in which they are located. It is also evident that syncretic religions are an outcome of religious pluralism. അപ്പോൾ ഈ syncretic religion എന്ന് പറയുന്നത് ഒരു എന്തിൻ്റെ റിസൾട്ടാണ്? റിലീജിയസ് പ്ലൂറലിസത്തിൻ്റെ റിസൾട്ടാണെന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. സിൻക്രിറ്റിസം ഈസ് നോട്ട് പോസിബിളി വിത്തൗട്ട് മൾട്ടിപ്പിൾ ഫോം ഫ്രം വിച്ച് ഇറ്റ് ഡ്രോൺ അപ്പ്. സിൻക്രിറ്റിസം ഉണ്ടാവണമെങ്കിൽ അതിൽ കുറേ മൾട്ടിപ്പിൾ ഫോംസ് ഉണ്ടായിരിക്കണം, എന്നാലല്ലേ അതിൽ നിന്ന് നല്ല കാര്യങ്ങളെ സമന്വയിപ്പിച്ച് ഒരു പുതിയ രൂപത്തിന് ഷേപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിൻക്രിറ്റിസം ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് മൾട്ടിപ്പിൾ ഫോംസ് ഫ്രം വിച്ച് ടു ഡ്രോ അപ്പോൺ. We have examined the case of religious or sects such as Sufism that can in its place of origin be studied as the emergence of religious pluralism and in another historical situation become a syncretic religion. അപ്പോൾ സൂഫിസത്തിന് ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റ് അനുസരിച്ച് വളർന്നു വന്ന ഒരു പുതിയ മതമായിട്ടും കാണാം, അതൊരു റിലീജിയസ് പ്ലൂറലിസത്തിൻ്റെ റിസൾട്ടായിട്ടും കാണാം, അതുപോലെ തന്നെ അതൊരു സിൻക്രിറ്റിക് റിലീജിയനായിട്ടും നമുക്ക് സൂഫിസത്തെ കാണാം. അതുപോലെ തന്നെയാണ് റഫ്താരിയും. ഇൻ ദ മിഡിൽ ഈസ്റ്റ് സൂഫിസം വാസ് എ പ്രൊട്ടസ്റ്റ് റിലീജിയൻ. മിഡിൽ ഈസ്റ്റിലും ഒക്കെ ആണെങ്കിൽ സൂഫിസം വാസ് എ പ്രൊട്ടസ്റ്റ് റിലീജിയൻ പ്രൊവൈഡിങ് ആൻ ഓൾട്ടർനേറ്റ് ആൻഡ് മിസ്റ്റിക്കൽ പാത്ത് ടു കൺസർവേറ്റീവ് ഇസ്ലാം by providing for saints, shrines, ecstatic rituals. It created to the need of many people, especially the poor and the marginalized. For Catholic release, they were treated as heretics by hardcore Orthodox Muslims, and many of them were also persecuted, although many got reverence and recognition. അപ്പോൾ കുറേ പേര് ഈ പുതിയ മതത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും വളരെയേറെ പേര് അതിനേക്കാൾ നല്ല അവർക്ക് കീർത്തിയും അതുപോലെ ഒരു നല്ല ലൈഫും കിട്ടി, ഈവൺ ആസ് ഡയറക്റ്റ് ഡിസെൻഡൻസ് ഓഫ് ദ പ്രൊഫറ്റ്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ഫോളോഡ് സ്ട്രിക്ട്ലി ദ മെത്തഡോളജി ആൻഡ് theoretical perspectives of sociology and tried to understand both religious pluralism and religious syncretism in their social and historical context. സോഷ്യലും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് റിലീജിയസ് പ്ലൂറലിസം എന്താണെന്നും റിലീജിയസ് സിൻക്രിറ്റിസം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. റിലീജിയസ് പ്ലൂറലിസം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വിഭിന്ന മതങ്ങൾ, ഒത്തിരി മതങ്ങളുള്ള ആ രീതിയിലാണ് റിലീജിയസ് പ്ലൂറലിസം എന്ന് പറയുന്നത്. അതിന് വളരെ നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ രാജ്യം തന്നെയാണ്. ഇവിടെ വിഭിന്ന ചിന്താഗതിക്കാർ, വിഭിന്ന ഭാഷക്കാർ, വിഭിന്ന സംസ്കാരം ഇതെല്ലാം ഉണ്ട്, അതുപോലെ തന്നെ വിഭിന്ന മതങ്ങളും ഉണ്ട്. അപ്പം ഈ മതങ്ങളെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സമാധാനത്തോടുകൂടി പോകുന്നൊരു രാജ്യമാണ് നമ്മളുടെ ഇവിടെ. പിന്നെ എവിടെയെങ്കിലും കുഴപ്പമുണ്ടാകുന്നത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റോടു കൂടി മതങ്ങളിൽ ഇടപെടുമ്പോഴാണ് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ട്. അതുപോലെ സിൻക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ റിലീജിയസ് പ്ലൂറലിസത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ്, ഒരു റിസൾട്ടാണ് സിൻക്രിറ്റിസിസം ഓഫ് റിലീജിയസ് സിൻക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ റിലീജിയസ് സിൻക്രിറ്റിസിസത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യം എന്ന് വെച്ചാൽ അത്
പല മതങ്ങളിൽ വിഭിന്ന ചിന്താഗതിയിലുള്ള മതങ്ങൾ അല്ലെങ്കിൽ തത്വചിന്തകൾ. അപ്പം അതിൽ നിന്നുള്ള നല്ലതിനെ സ്വീകരിച്ചിട്ട് ഒത്തൊരുമയോടുകൂടി സമന്വയത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യം, അതാണ് സിൻക്രിറ്റിസിസം എന്ന് മീൻ ചെയ്യണത്. സിൻക്രിറ്റിസിസം ഇൻ ദിയർ സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഹവർ വെൻ വി അനലൈസ് ദ സോഷ്യോളജിക്കൽ ആസ്പെക്ട് ഓഫ് റിലീജിയൻ, സോഷ്യോളജിക്കൽ ആക്സെപ്റ്റ് ഓഫ് റിലീജിയൻ, അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ at some point the theist subjective character of the religion is also important from the social point of view as it is effect or impact upon the social എൻവയറമെന്റ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ദ വേ റിലീജിയസ് പ്ലൂറലിസം ഫങ്ഷൻ ചെയ്യുമ്പോൾ ആൻഡ് സിൻക്രിറ്റിസം ഈസ് മെയ്ഡ് പോസിബിൾ. അപ്പൊ സിൻക്രിറ്റിസം അവിടെ ഉണ്ടാകപ്പെടുകയാണെങ്കിൽ, അതിനുള്ള സാധ്യത ഓർ നോട്ട്, അല്ലെങ്കിൽ ഇല്ലാതെ വരികയാണെങ്കിൽ, ഡിപ്പെൻഡ്സ് എ ലോട്ട് അപ്പോൺ ദ കോർ ഡോക്ട്രിനൽ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയൻ. ആ റിലീജിയൻ, അപ്പൊ റിലീജിയൻസ് പ്ലൂറലിസത്തിൽ നിലകൊള്ളുന്ന റിലീജിയൻസ് ഏതൊക്കെയാണ്, അതിലെ തത്വചിന്തകൾ ഒന്നിച്ചു പോവുകയാണെങ്കിൽ, അതിൽ ആ കോർ ഡോക്ട്രിനൽ പ്രിൻസിപ്പിൾസ് മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് അവിടെ സിൻക്രിറ്റിസം എന്നുള്ള ആ ഒരു സ്റ്റേജ് വരുന്നത്. ആൻ എസെൻഷ്യലിസ്റ്റ് ആൻഡ് ഇൻടോളറന്റ് റിലീജിയസ് ഡോക്ട്രിൻ വിൽ ലീഡ് ടു ഇറ്റ്സ് കോൺഫ്ലിക്റ്റൽ കോ എക്സിസ്റ്റൻസ്. ഇനി അവിടെ ആ ആശയങ്ങൾ തമ്മിൽ സമന്വയിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. ഇഫ് അറ്റ് ഓൾ വിത്ത് other religions and an open and non-doctrinal religion like Shinto and ancient Hinduism will find peaceful coexistence highly feasible. അപ്പോൾ ഇനി ഈ മതങ്ങൾ തമ്മിൽ ഇങ്ങനെ സമന്വയിച്ച് പോകുന്നതിന് നല്ലൊരു എക്സാമ്പിളാണ് മുന്നോട്ട് പോവുക, ശാന്തിയോടും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോവുക. അതിനുള്ള നല്ല എക്സാമ്പിളാണ് ജപ്പാനിലെ ഷിൻഡോ റിലീജിയൻ, അതുപോലെ ഏൻഷ്യന്റ് ഹിന്ദുയിസം. അതൊക്കെ പീസ്ഫുള്ളി കോ എക്സിസ്റ്റൻസ് ആയിട്ടുള്ള മതങ്ങളാണ്. സിൻക്രിറ്റിക് റിലീജിയൻസ് ടു റിഫ്ലക്ട് ദ സോഷ്യൽ പോസിബിലിറ്റീസ് ഓഫ് ദെയർ എക്സിസ്റ്റൻസ്. ഹൈറാർക്കി ആൻഡ് ഒപ്രഷൻ യൂഷ്വലി പ്രൊവൈഡഡ് ഐഡിയൽ കണ്ടീഷൻസ് ഫോർ ദ എമർജൻസ് ഓഫ് പ്രൊട്ടസ്റ്റ് റിലീജിയൻസ്. ഇനി ചിലപ്പോൾ ഹൈറാർക്കി അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർക്ക് നേരെയുള്ള വിവേചനം, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രൊട്ടസ്റ്റ് റിലീജിയൻസ് ഉദയം കൊള്ളുന്നത്. ആ പ്രൊട്ടസ്റ്റ് റിലീജിയൻസിന് എക്സാമ്പിൾ ആണ് ദ റസ്റ്റഫാരി ആൻഡ് ഭക്തി ആൻഡ് സൂഫി കൾട്സ്. ഇതൊക്കെ പ്രൊട്ടസ്റ്റ് റിലീജിയനും കൂടി എക്സാമ്പിൾ ആണ്. മോസ്റ്റ് major religions, including the Judo-Christian ones, have risen and oppositional religions and contain elements of intolerance and essentialism. Very ancient and self-evolved religions are much more likely to be tolerant and accommodating. Outside of their theistic and sacred aspects, almost all religions have some interconnection with power and പൊളിറ്റിക്സ് ഇൻ സം ഫോം ഓർ ദി അതർ. അപ്പൊ എല്ലാത്തിനും ഒരു പരിശുദ്ധ നിലവാരം എല്ലാ മതങ്ങൾക്കും ഉണ്ട്. എന്നാലും അതിനൊക്കെ അപ്പുറമായിട്ട് ചിലപ്പോൾ ചില മതങ്ങളുടെ ഇടയിൽ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരും. അപ്പൊ അത് ക്രിയേറ്റ് സം പ്രോബ്ലംസ് ഓൾസോ. റിലേഷൻഷിപ്പ് ദാറ്റ് എഫക്ട് ദ സ്റ്റാറ്റസ് ആസ് പ്ലൂറൽ ഓർ സിൻഡക്റ്റിക് ഓർ ബോത്ത്. അപ്പൊ അത് അവര് പ്ലൂറലായിട്ട് നിൽക്കുക, സിൻക്രിറ്റിക്ക അല്ലെങ്കിൽ അതിൽ രണ്ടിലും പെടാത്ത രീതിയിൽ നിൽക്കുക, അങ്ങനെ മുന്നോട്ട് പോയാലും അവർ ചിലപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ചില പ്രോബ്ലംസിനെ നേരിടേണ്ടതായിട്ട് വരും. അതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ടാണ് കൂടുതലും വന്നു ചേരുന്നത്. എപ്പോഴും പരമമായിട്ടുള്ള സത്യം ഒന്ന് തന്നെയാണ്. ആ സത്യത്തിലേക്കുള്ള വഴികൾ വിഭിന്നങ്ങളാണ്. ആ വിഭിന്ന വഴികളിൽ കൂടി സമാധാനപരമായിട്ട് മുമ്പോട്ട് പോവുക, അത് കാണിക്കുന്നതാണ് ഷിൻഡോ അതുപോലെ ആൻഡ് ഏൻഷ്യന്റ് ഹിന്ദുയിസം. അപ്പൊ അതെല്ലാം പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഇതിലെല്ലാം ഹൈലി ഫീസിബിൾ ആണ്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇതോടുകൂടി ഈ യൂണിറ്റ് അവസാനിപ്പിക്കുകയാണ്.